പ്രിയ സഹോദരി സഹോദരന്മാരെ, മലയാളികളുടെ മഹത്തായ ഉത്സവമായ ഓണത്തിൻ്റെ പൊൻപ്രഭയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പൂക്കളവും ഓണത്തപ്പനും ഓണസദ്യയുമെല്ലാം ചേർന്ന് നമ്മുടെ മനസ്സുകളിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂക്കാലം വിരിയിക്കുന്ന ഈ പുണ്യദിനത്തിൽ നമുക്ക് ഒന്നുചേർന്ന് ആഘോഷിക്കാം. പൂക്കളവും ഓണത്തപ്പനും ഓണസദ്യയുമെല്ലാം ചേർന്ന് നമ്മുടെ മനസ്സുകളിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂക്കാലം വിരിയിക്കുന്ന ഈ പുണ്യദിനത്തിൽ നമുക്ക് ഒന്നുചേർന്ന് ആഘോഷിക്കാം. ഓണം എന്നത് വെറുമൊരു ആഘോഷമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ആഘോഷമാണ്. മഹാബലി ചക്രവർത്തിയുടെ സുവർണഭരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം നമ്മെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ജാതിമതഭേദമന്യേ എല്ലാവരും ഒന്നുചേരുന്ന ഈ ദിനം നമ്മുടെ സാമൂഹിക ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഓണാഘോഷം പ്രകൃതിയോടിണങ്ങിയുള്ളതാവണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കി പരമ്പരാഗത രീതിയിലുള്ള പൂക്കളം ഒരുക്കാം. നമ്മുടെ നാടിൻ്റെ ഹരിതാഭയ്ക്ക് കോട്ടം വരാതെ ഓണം ആഘോഷിക്കാം. ഈ ഓണം നമുക്ക് നവകേരളം പടുത്തുയർത്താനുള്ള പ്രചോദനം നൽകട്ടെ. പ്രളയവും മഹാമാരിയും നമ്മെ തളർത്തിയെങ്കിലും നമ്മുടെ മനസ്സുകളിൽ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നട്ടുവളർത്താനുള്ള ഈ അവസരം നമുക്ക് നഷ്ടപ്പെടുത്തരുത്. കൃഷിയും വ്യവസായവും വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാം ചേർന്നൊരു നവകേരളം സൃഷ്ടിക്കാൻ നമുക്ക് ഈ ഓണക്കാലത്ത് പ്രതിജ്ഞയെടുക്കാം. ഈ ഓണം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിൻ്റെ പ്രതീകമാകട്ടെ. നമുക്ക് ഈ ദിനം ഒന്നിച്ചാഘോഷിക്കാം, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാം. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.